ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് DJi Osmopocket ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്യാമറയായിരിക്കും. നമുക്ക് വളരെ ഷോർട്ടാക്കിയിട്ട് ഇതിനെ ഒരു എന്താ പറയുക ഓൾ ഇൻ വൺ ക്യാമറ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അതായത് നമുക്ക് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് സാധിക്കും. പിന്നെയുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി മെക്കാനിസമാണ്. അതായത് ഒരു 3 ആക്സിസ് സ്റ്റെബിലൈസേഷൻ ആണുള്ളത്. ഒരു 3 ആക്സിസ് ഗിംബാൾ സ്റ്റെബിലൈസേഷൻ ആണ് ഇതിനുള്ളത്. അതായത് നമുക്കത് വീഡിയോ കാണുമ്പോൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലായിട്ട്. അതായത് ഇതിൻ്റെ മീൻസ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികം ഷേക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. 4K വീഡിയോസ് ഒരു 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസാണ്. അതായത് ഈ പേര് പോലെ തന്നെ DJi Osmopocket എന്നാണല്ലോ. അപ്പോൾ അത് പേര് പോലെ തന്നെ ഇതിൻ്റെ പോക്കറ്റ് സൈസ് ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു പോക്കറ്റിൽ കൊള്ളാവുന്ന അത്ര സൈസാണ് ഇതിനുള്ളത്. അപ്പോൾ വളരെ നമുക്ക് യാത്ര പോകുമ്പോഴും ഒക്കെ കയ്യിൽ കൊണ്ട് നടക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ യാത്ര പോകുന്ന സമയത്തൊക്കെ നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും, അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അൺബോക്സിങ് കണ്ടിട്ട് നിങ്ങൾ കമൻസൊക്കെ പറയുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓസ്മോ പോക്കറ്റിനെ മെല്ലെ അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഇത് ഇപ്പോൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. 33,000 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം, ആമസോണിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഓസ്മോ പോക്കറ്റ്, DJi Osmopocket. ഓക്കെ, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12.19 by 3.69 by 2.8 സെൻറ്റിമീറ്റർ ആണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ 116 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഇത് അതിൻ്റെ കൂടെയുള്ള ഒരു ഓസ്മോ പോക്കറ്റിൻ്റെ എക്സ്പാൻഷൻ കിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അവർ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓസ്മോ പോക്കറ്റ് കൺട്രോളർ വീലുണ്ട്, അതുപോലെ തന്നെ ഓസ്മോ പോക്കറ്റ് വയർലെസ് മൊഡ്യൂൾ, ഓസ്മോ പോക്കറ്റ് ആക്സസറി മൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 സാധനങ്ങളാണ് ഈ എക്സ്പാൻഷൻ കിറ്റിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി 1/2.3 ഇഞ്ച് സെൻസറാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. അപ്പർച്ചർ f2 ആണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓസ്മോ പോക്കറ്റ് യൂസ് ചെയ്തിട്ട് വീഡിയോസ് 4Kയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് 1080pയിൽ 120 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ക്രീനാണ്. അത് 1.08 ഇഞ്ച് ടച്ച് സ്ക്രീനാണ്, LCD ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇനി ഇതിന് 2 മൈക്രോഫോണാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്ന് ബോട്ടം പാർട്ടിലും ഒന്ന് ഫ്രണ്ട് പാർട്ടിലുമാണ് 2 മൈക്രോഫോൺ ഉള്ളത്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ 140 മിനിറ്റ്സ് ആണ് ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് USB-C പോർട്ടാണ് ഉള്ളത്. പിന്നെ ഇതിന് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ മൈക്രോ SD കാർഡ് യൂസ് ചെയ്തിട്ടാണ്. നല്ല ടൈപ്പ് മൈക്രോ SD കാർഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 256 GB ആണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാം. അതായത് ഇതിൽ നമുക്ക് ഈ ഓസ്മോ പോക്കറ്റിൻ്റെ മേലെ കാണാൻ കഴിയും 2 ബട്ടണാണുള്ളത്. ഒന്ന് പവർ ബട്ടണാണ്, ഒന്ന് റെക്കോർഡ് ബട്ടണാണ്. ഇനിയിപ്പോൾ ഈ പവർ ബട്ടൺ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊരു മൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അതായത് സ്മാർട്ട് ഫോൺ അഡാപ്റ്റർ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ മിമോ ആപ്പ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫോണിലിങ്ങനെ കുറേ ഷൂട്ടിംഗ് മോഡ്സ് അവൈലബിൾ ആയിരിക്കും, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് സെൽഫി ബട്ടൺ സെലക്ട് ചെയ്തതായിട്ടാണ്. അപ്പോൾ സെൽഫി ബട്ടൺ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാമറ ഓട്ടോമാറ്റിക്കലി അത് സെൽഫി മോഡിലേക്ക് പോകും. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട പിക്ചറൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. വീണ്ടും ആ ഐക്കൺ നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിംബൽ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ മോഡ്സ് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു കാറാണ്, അതിന് അല്ലാതെ നമുക്കൊരു കുട്ടിയെയോ ആ കുട്ടിയുടെ മൂവ്മെൻറ്റോ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊന്ന് അതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഈ ഓസ്മോ പോക്കറ്റിൻ്റെ ഹെഡ് മൂവ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്തോളും, അങ്ങനെ ഷൂട്ട് ചെയ്തോളും. അതൊരു വലിയ പ്രത്യേകതയാണ് ഈ ഓസ്മോ പോക്കറ്റിൻ്റെത്. ഇനി നമുക്ക് കൺട്രോൾ വീലിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഓസ്മോ പോക്കറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മൗണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൗണ്ട് ചെയ്തിട്ട് ഓസ്മോ പോക്കറ്റ് ഓണാക്കുകയാണ്. ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടച്ച് സ്ക്രീനിൽ ഒരു പ്രോംപ്റ്റ് വരും. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രോംപ്റ്റ് വരും. കൺട്രോൾ വീൽ കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു പ്രോംപ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ കൺട്രോൾ സ്വിച്ച് ലെഫ്റ്റോ റൈറ്റോ ടോഗിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗിംബാളിൻ്റെ ഫ്ലിപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓസ്മോ പോക്കറ്റിൻ്റെ ടൈം ലാപ്സിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ ബട്ടൺ യൂസ് ചെയ്തിട്ട് പവർ ഓൺ ചെയ്യുക, ഓസ്മോ പോക്കറ്റ് പവർ ഓൺ ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം ലാപ്സ് ആൻഡ് മോഷൻ ലാപ്സ് മോഡ്സൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ നമ്മൾ വേണ്ട മോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൽ മോഷൻ ലാപ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മോഷൻ ലാപ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ, അതായത് നമുക്ക് സ്ക്രീനിൻ്റെ താഴെ കാണാം സെറ്റിങ്സ്, അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ടൈം ഇൻ്റർവെൽ ആൻഡ് ഡ്യൂറേഷൻ അടിച്ചു കൊടുക്കുക. എത്ര ടൈം ഇൻ്റർവെല്ലാണ്, ഡ്യൂറേഷൻ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അതിനുശേഷം ഗിംബാൾ ഹാൻഡ് കൊണ്ട് നമ്മളെ കൈ യൂസ് ചെയ്തിട്ട് നമ്മളൊന്നും പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതാണോ, അതായത് ഏത് സ്ക്രീനാണോ ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നത് അത് അവിടെ എന്ത് ചെയ്യാം, ഗിംബാൾ അവിടത്തേക്ക് മൂവ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഗിംബാൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് സ്ക്രീൻ എവിടെയാണോ വേണ്ടത് അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതിനുശേഷം നമുക്ക് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാം. അത് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും.
നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഫ്രീ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.